ഇൻ 2025 നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നല്ലൊരു സർവീസോ ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ സിമിലർ ആയിട്ട് തന്നെ തൗസൻഡ്സ് കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണിത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൽ ഫസ്റ്റ് വൺ എന്നുള്ളത് യൂണീക്ക് പൊസിഷനിങ് ആണ്. അത് നമുക്ക് ജസ്റ്റ് ഒരു പ്രൊഡക്റ്റോ സർവീസോ സെല് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മളൊരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ ഐ ഡിസൈൻ വെബ്സൈറ്റ് എന്ന് ചെയ്യുന്നതിന് പകരമായിട്ട് ഐ ഹെൽപ്പ് ബിസിനസ് കൺവേർട്ട് ടു വിസിറ്റേഴ്സ് ഇൻ ടു പേയിങ് കസ്റ്റമേഴ്സ്. സെക്കൻഡ് പോയിന്റ് എന്നുള്ളത് യൂസ് ടൂൾസ് സ്മാർട്ട്ലി എന്നാണ്. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൂൾസുകളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ ടൂൾസ് ലൈക്ക് ChatGPT കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ക്യാൻവ ബ്രാൻഡിങ് ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മൂന്നാമതായിട്ടുള്ള ഒരു പോയിന്റ് ബ്രാൻഡ് പേഴ്സണാലിറ്റി ആണ്. ആളുകൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു സാധനം മേടിക്കില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് നിങ്ങളുടെ ഫേസോ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ കുറിച്ചൊരു വിശ്വാസത കുറവായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ക്യാമറയുടെ മുമ്പിൽ വരികയും നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചോ നിങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങളുടെ ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങൾ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് സർവീസ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ബ്രാൻഡിംഗ് പ്ലസ് ഓട്ടോമേഷൻ എന്നുള്ള ഒരു സബ്ജക്റ്റിൽ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു വെബിനാർ ചെയ്യുന്നുണ്ട് ഈ വീക്കിൽ. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും സെല് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം, ഒരു ഓട്ടോമേഷൻ സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക്